ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ ചോളം പുട്ടിൻ്റെ നല്ലൊരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മുട്ടയാണ് ഇവിടെ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മുട്ട പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല അതിൻ്റെ സ്കിന്നും പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും ചെയ്യും. അതുപോലെ തന്നെ മുട്ട ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ പൊട്ടിയിട്ട് പിന്നെ മുട്ടൻ്റെ ഈ ഒരു മഞ്ഞക്കൊരു പുറത്തേക്ക് പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനാണ് നമ്മളിതിൽ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കിന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ 2 ഷേക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ട പൊളിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കിന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. ആ സ്കിന്നിൽ നമ്മുടെ മുട്ടൻ്റെ ആ ഒരു വെള്ള പാർട്ട് പൊളിഞ്ഞു പോവേ അല്ലെങ്കിൽ മുട്ട മുഴുവനായിട്ടും ഇവിടെ അലങ്കോലപ്പെട്ട് പോവേ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു തോലെല്ലാം റിമൂവായി കളയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് പൊളിച്ചെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണത്. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ പീസാക്കി എടുക്കല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മുട്ട ഫ്രൈയോ അല്ലെങ്കിൽ മുട്ട തോരനോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ 2 പാർട്ടാക്കി എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ 2 പാർട്ടാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു മഞ്ഞക്കരൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നൂല് മാത്രം മതിയിട്ട മുട്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലൈസാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് വെച്ചിട്ട് ഞാനിതാ ഈ ഒരു നടുഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടത് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മുട്ട പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മഞ്ഞക്കരൊന്നും പൊടിഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമുക്ക് ഇത് ഇതേപോലെ പാർട്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണിത്. അപ്പം നമുക്ക് ബിഗിനേഴ്സൊക്കെ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ മുറിയും അങ്ങനെയുള്ള ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു മുട്ട സ്ലൈസാക്കി കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് അനായാസം പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതെല്ലാം മുട്ട ഞാനിവിടെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞക്കരുക്ക് ഒരു പൊടിച്ചിൽ പോലും പറ്റാതെ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ചപ്പാത്തി, ഇടിയപ്പം, പത്തിരിയൊക്കെ ചുട്ട് വെക്കുന്നു. നമ്മൾ കേസറോളിലേക്കാണല്ലോ ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് കേസറോളിൽ കുറേ കഴിയുമ്പോൾ ആ ഒരു ചപ്പാത്തി അടിയിൽ വരുന്ന ആ ഒരു ചപ്പാത്തി ഇതേപോലെ പറ്റി പിടിച്ചിരിക്കും പാത്രത്തിലൊക്കെ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേസറോളിൽ പത്തിരി ഇട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ഒന്നുകിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പത്തിരി ഇതേപോലെ ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അടിഭാഗത്തുള്ള പത്തിരിയും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ ആവിയിൽ ഇങ്ങനെ കിടന്നിട്ട് ആ ഒരു അടിയിൽ വരുന്ന പത്തിരിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കാസറോളിൽ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പത്തിരിയും നമുക്ക് പറ്റി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ചെയ്ത് നോക്കുക. നമ്മൾ ചൂടോടെ ഇതേപോലെ കാസറോളിൽ ഇടുന്ന സമയത്താണ് ആ ഒരു പത്തിരി പറ്റി പിടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പത്തിരി പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചോളം വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചോളത്തിൻ്റെ പൊടിയാണ് ഇട്ടത്.
അപ്പോൾ ഇത് കടയിൽ നിന്നെല്ലാം പാക്കറ്റും ലൂസൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് പുട്ട് കഴിക്കാനായിട്ട്. മാത്രമല്ല ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ ചോളം പുട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതാ ചോളത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ചോളത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ നമ്മൾ പുട്ടുപൊടിയൊക്കെ നമ്മൾ പാക്കറ്റ് പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കുമല്ലോ കടയിൽ നിന്നെല്ലാം, അജ്മി പുട്ടുപൊടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ട് കുഴച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെക്കുമല്ലോ, ആ ഒരു പൊടിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതും ചെയ്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ പുട്ടുംപൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അജ്മി പുട്ടുംപൊടിയിലൊക്കെ കുറേ വെള്ളം വേണ്ടി വരുമല്ലോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം അടച്ചു വെക്കാറാണല്ലോ പതിവ്, എന്നാലേ ആ ഒരു പൊടിക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാനിതാ നല്ലോണം ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു 15 മിനിറ്റ് ഞാനിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചോളം പുട്ട് എന്തായി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പുട്ടുപൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നനച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ പിടിയാക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിയായി കിട്ടണം, ആ ഒരു വിധത്തിലായിരിക്കണം കേട്ടോ നമ്മളിത് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളമാവാനും പാടില്ല, പിന്നെ വെള്ളം തീരെ ഇല്ലാതാവാനും പാടില്ല. നമ്മളിങ്ങനെ പിടിയാക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിയാവണം, ആ രീതിയിലായിരിക്കണം കേട്ടോ അത് നമ്മൾ നനച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതാ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ആവശ്യാനുസരണം ഇതിലുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ ഈ കുറ്റിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആവി വന്നതിന് ശേഷം ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോളം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ പഴത്തിൻ്റെ കൂടെയും കറീൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല തന്നെയാണ് കേട്ടോ. ഞാൻ കൂടുതൽ ടേസ്റ്റാണെന്നൊന്നും പറയില്ല കേട്ടോ, അങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, വെയിറ്റ് ലോസിനും അതേപോലെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ചോളം പുട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വാങ്ങിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലതാണ് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് ഈ ചോളപ്പുട്ട് കഴിക്കുന്നത്. നമ്മൾ റാഗിപ്പുട്ടൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ചോളപ്പുട്ട് കഴിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നല്ല തന്നെ കേട്ടോ, വെയിറ്റ് ലോസിനും തടി കുറയ്ക്കാനും അതേപോലെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ല തന്നെ കേട്ടോ ചോളം കഴിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പഴയ കുക്കറാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, നമ്മൾ ചായ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ചായ ഇടാറാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഓരോ സമയത്തായിരിക്കും ഓരോരുത്തർ എണീറ്റ് വരിക. അപ്പോൾ നമുക്ക് ചൂടുള്ള കട്ടൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചായ വീണ്ടും വീണ്ടും ഇങ്ങനെ ചൂടാക്കി കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഹാനികരമാണ്, ചൂടാക്കി കഴിക്കുന്നത്. ചായ എന്നല്ല, എന്തൊരു ഭക്ഷണം നമ്മൾ ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ നമുക്ക് പല സമയത്ത് എണീക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ചൂടുള്ള ചായ കുടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ ആ ചായ എടുത്തിട്ട് കുക്കറിലോട്ടേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വിസിൽ വരുന്ന ഒരു ഭാഗം ഊരി വെച്ചിട്ട് നമ്മൾ അടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പുകയും ആവിയെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോവും. അപ്പോൾ നമ്മൾ ഈ വിസിലിട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ അടച്ചിപ്പോൾ എണീക്കുന്ന സമയത്തും നല്ല ചൂട് കോഫി കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ചൂട് തന്നെ ആയിരിക്കും ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമായത് കാരണം നമ്മൾ പല സമയത്ത് എണീക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചായ ചൂടാക്കി ഗ്യാസ് ലാഭിക്കും ചെയ്യാം, ഗ്യാസും അത്രയും പോവും നമ്മളിങ്ങനെ ചൂടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, ചായക്ക് ടേസ്റ്റും കുറയും. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കട്ടൻ എപ്പോഴും കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ.
അപ്പം ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.